ഒരിക്കലെങ്കിലും അസിഡിറ്റി അനുഭവിച്ചില്ലാത്തവർ കുറവായിരിക്കും. ക്രമം തെറ്റിയതും അനാരോഗ്യകരവുമായ നമ്മുടെ ആഹാരശീലങ്ങളാണ് പലപ്പോഴും അസിഡിറ്റിക്ക് കാരണമാകുന്നത്. ഭക്ഷണം ദഹിപ്പിക്കാൻ ആവശ്യമുള്ളതിലും കൂടുതൽ ആസിഡ് ആമാശയത്തിലെ ഗ്യാസ്ട്രിക് ഗ്രന്ഥികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് അസിഡിറ്റി ഉണ്ടാകുന്നത്. പലപ്പോഴും ആഹാര കാര്യത്തിൽ കൃത്യത പാലിക്കാൻ നമുക്ക് സാധിക്കാറില്ല. എന്നാൽ നമ്മുടെ ശരീരം അങ്ങനെയല്ല. നാം പാലിച്ചു പോരുന്ന ഓരോ കാര്യങ്ങളും ശരീരം കൃത്യമായി ചെയ്യും. അതായത് എന്നും രാവിലെ 8 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യന്റെ ആമാശയത്തിൽ അതേ സമയത്ത് തന്നെ ആഹാരം ദ്രവിപ്പിക്കാനുള്ള ആസിഡ് ഉൽപ്പാദിപ്പിക്കും. നമ്മൾ ഭക്ഷണം താമസിപ്പിച്ചാലും ശരീരം അത് മുടക്കില്ല. അതിനാൽ നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നാൽ അസിഡിറ്റി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അസിഡിറ്റിയുടെ പ്രധാന കാരണങ്ങൾ. അനാരോഗ്യകരമായ ഭക്ഷണക്രമം അസിഡിറ്റിയുടെ പ്രധാന കാരണമാണ്. ഭക്ഷണം ഒഴിവാക്കൽ, ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള ഭക്ഷണം കഴിക്കൽ, അമിതാഹാരം തുടങ്ങിയവയാണ് പ്രധാന കാരണം. മാത്രമല്ല ഫൈബർ കുറഞ്ഞ ഭക്ഷണങ്ങൾ ശീലമാക്കുന്നതും ഇവയിൽ ഉൾപ്പെടുന്നു. രക്തസമ്മർദ്ദം, അണുബാധ, വിഷാദരോഗം എന്നിവയ്ക്കുള്ള മരുന്നുകൾ, ആന്റിബയോട്ടിക്കുകൾ തുടങ്ങി സ്ഥിരമായും താൽക്കാലികമായും കഴിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലമായും അസിഡിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചായ, കാപ്പി, കാർബണേറ്റഡ് പാനീയങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്കുകൾ, എരിവ്, പുളി, ഉപ്പ് എന്നിവ കൂടുതലുള്ള ഭക്ഷണങ്ങൾ, പിസ്സ, ഡോണറ്റ്, വറുത്ത ഭക്ഷണ സാധനങ്ങൾ തുടങ്ങിയവ അമിതമായി കഴിക്കുന്നതും അസിഡിറ്റിക്ക് കാരണമാകും. അസിഡിറ്റിയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഓരോരുത്തരിലും വ്യത്യസ്തമായാണ് അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ കാണുന്നത്. പുളിച്ചു തീട്ടൽ, വയറുവേദന, വയറുസ്തംഭനം തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചിലരിൽ നെഞ്ചുവേദന, രാത്രി ഉറക്കം കുറഞ്ഞു വരിക തുടങ്ങിയ ലക്ഷണങ്ങളും കാണാൻ സാധിക്കും. പലപ്പോഴും അസിഡിറ്റിയുടെ ലക്ഷണങ്ങളെ ഹൃദയസ്തംഭനമായി തെറ്റിദ്ധരിക്കാറുമുണ്ട്. വയറുവേദനയും പുകച്ചിലും, തൊണ്ടവേദന, ഭക്ഷണം ഇറക്കാൻ വിഷമം അല്ലെങ്കിൽ തൊണ്ടയിൽ എന്തെങ്കിലും തടസ്സം ഉള്ളതായുള്ള തോന്നൽ, ഭക്ഷണശേഷം ക്ഷീണം, അലസത, മലബന്ധം തുടങ്ങിയവയും അസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണ്. ഇനി പരിഹാര മാർഗങ്ങൾ നോക്കാം. പ്രോബയോട്ടിക് ബാക്ടീരിയകൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ അസിഡിറ്റിയിൽ നിന്ന് രക്ഷ നൽകും. മോര്, തൈര്, യോഗട്ട് എന്നിവ പുളിപ്പിച്ചുണ്ടാക്കുന്ന പദാർത്ഥങ്ങളിലെല്ലാം ഇത് അടങ്ങിയിട്ടുണ്ട്. പ്രകൃതിദത്തമായ ആന്റി ആസിഡായ പഴം അസിഡിറ്റിയിൽ നിന്ന് മോചനം തരും. കൂടാതെ വെള്ളരിക്ക, ഫ്രഷ് ലൈം, തണ്ണിമത്തൻ ജ്യൂസ് എന്നിവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. കരിക്കിൻ വെള്ളം പതിവാക്കുന്നതും രക്ഷയാണ്. ഭക്ഷണശേഷം അല്പം ജീരക വെള്ളമോ വെറും ചൂടുവെള്ളമോ അസിഡിറ്റി ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു. എപ്പോഴും ശുദ്ധമായ വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്നത് അസിഡിറ്റിക്ക് മാത്രമല്ല എല്ലാ അസുഖങ്ങളെയും പ്രതിരോധിക്കാൻ സഹായിക്കുന്നു.